വയനാടിന്റെ അക്ഷരഭൂമിക നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനുപമ ജ്വല്ലേഴ്സ്, സുൽത്താൻ ബത്തേരി, പുൽപ്പള്ളി, മീനങ്ങാടി. വയനാടിന്റെ അക്ഷരഭൂമികയിൽ ഒരു സർക്കാർ ജീവനക്കാരനായ എഴുത്തുകാരനോടൊപ്പം സഞ്ചരിക്കുകയാണ് വയനാട് ജില്ലയിലെ നെന്മേനി സ്വദേശിയായ ഹാരിസ് നെന്മേനി. ഹാരിസിന്റെ തിരിച്ചറിവുകൾ തന്നെയാണ് സ്വന്തം എഴുത്തുകളും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അടുത്തിടെ പ്രസിദ്ധീകൃതമായ പാലം എന്ന നോവലിന്റെ പ്രമേയം. തികച്ചും സാധാരണമായ ചുറ്റുപാടുകളിൽ ജീവിക്കുമ്പോഴും ജീവിതം കൊണ്ട് സമരം ചെയ്യുന്ന അനേകം മനുഷ്യർ നമുക്കിടയിൽ ജീവിച്ചു പോരുന്നുണ്ട്. പലപ്പോഴും ലോകത്തിന് അവരെ തിരിച്ചറിയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അസാധാരണമായി അവരുടെ ചെയ്തികളിൽ ഒന്നും കാണാൻ കഴിഞ്ഞു എന്നും വരില്ല. പക്ഷേ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോഴറിയാം ജീവിതത്തിൽ അവർ സൂക്ഷിക്കുന്ന ആർജവം. വർത്തമാനകാലത്തെ തീക്ഷ്ണമായ യാഥാർത്ഥ്യങ്ങൾ വായനക്കാരുമായി പങ്കുവെക്കുമ്പോൾ ചിലതെല്ലാം പ്രവചന സ്വഭാവമുള്ളതായി മാറുന്നു എന്നത് ആശ്ചര്യകരമാണ്. ഹാരിസിന്റെ എഴുത്തിന്റെ ലോകത്തിലേക്ക് അല്പനേരം. വയനാട്ടിലെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്ന, എഴുത്തുകാരുമായുള്ള സംവാദം നടത്തുന്ന ഈ ഒരു എപ്പിസോഡിലേക്ക് മലനാട് ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ കേരളത്തിൽ ആകമാനം അറിയപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട ഹാരിസ് നെന്മേനിയാണ്. അദ്ദേഹവുമായിട്ടുള്ള അഭിമുഖത്തിലേക്ക്, അദ്ദേഹവുമായിട്ടുള്ള സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ഹാരിസ്, സ്വാഗതം. നമസ്കാരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി പുസ്തകങ്ങൾ, 13-ലധികം പുസ്തകങ്ങൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ തന്നെ ഇത്രയധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമായിട്ട് ഞങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. ഏതായാലും ഈ എഴുതി തുടങ്ങിയത് എങ്ങനെയായിരുന്നു? ഞാൻ വിശ്വസിക്കുന്നത് ആദ്യത്തെ ഒരു പുസ്തകം ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന പുസ്തകമാണ്. അവർ എഴുത്തിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ്? സത്യം പറഞ്ഞാൽ ഞാൻ സാധാരണ ആളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ വൈകി എഴുത്തിലേക്ക് വന്ന ഒരാളെന്ന് വേണേൽ പറയാം. എഴുത്തിനൊരു സീരിയസ് ആയിട്ട് എടുക്കുന്നത് ഒരു 25 വയസ്സൊക്കെ കഴിഞ്ഞ് 26 സമയത്തൊക്കെയാണ് കാര്യമായിട്ട് എടുക്കുന്നത്. അതിനു മുമ്പ് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ എഴുതും. സപ്ലിമെൻറ്റുകളിലൊക്കെ ചെറിയ കഥകളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു എഴുത്തൊരു വഴി, അല്ലെങ്കിൽ എഴുത്തൊരു മുഖ്യ പാഷനായിട്ട് തോന്നുന്നത് 25-26 ആ ഒരു സമയം ആയപ്പോഴാണ്. അപ്പോൾ നമ്മളൊരു പേര് ഇങ്ങനെ കറുപ്പിൽ അടിച്ച് കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിനിപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകളിലോ ന്യൂസ് ബുള്ളറ്റുകളിലോ ഒക്കെ പോലും ഹാരിസ് നെന്മേനി എന്നുള്ള പേര് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് വരുന്ന കാണുമ്പോൾ ഒരു ആനന്ദം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു എത്രയോ ഇരട്ടിയാണ് ഒരു വേറൊരു എഡിറ്റർ കണ്ട് ഒരു പത്രമാധ്യമത്തിൽ നമ്മുടെ ഒരു സൃഷ്ടിയുടെ മുകളിലോ താഴെയോ പേര് വരുന്നു എന്ന് കാണുന്നത്. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഡ്രീം പാഷൻ ഉണ്ടായിരുന്നു എഴുതണം എന്നുള്ളത്. അപ്പോൾ അതൊരു 25-26 ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് ഇത് സജീവമായി പ്രസിദ്ധീകരണത്തിലേക്കും എഴുത്തിലേക്കും ഒക്കെ ഇങ്ങനെ വരുന്നത്. ഈ ഫോട്ടോഷോപ്പ് പേര് കേൾക്കുമ്പോൾ ഒരു സാഹിത്യത്തിൻ്റെ ഭംഗിയൊന്നും പേരിനില്ല. എന്തായിരുന്നു ഫോട്ടോഷോപ്പിൻ്റെ ഒരു പ്രത്യേകത? ഫോട്ടോഷോപ്പ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായി എഴുതിയ വലിയ കഥയാണ്. അതുവരെ കുഞ്ഞു കഥകളാണ്. ആ പുസ്തകത്തിൽ 13 കഥകളാണ് എൻ്റേതായിട്ടുള്ളത്. മറുവശത്ത് നിന്ന് വേറൊരാളുടെ കഥകൾ, ബദർ ഇൻ ലോയുടെ കഥകളാണ്. അങ്ങനെ ഫോട്ടോഷോപ്പും നന്നങ്ങാടിയും എന്നാണ് ആ പുസ്തകത്തിൻ്റെ പൂർണ്ണ പേര്. ഒരു സൈഡിൽ നിന്ന് നമ്മൾ തുറക്കുമ്പോൾ എൻ്റെ കഥകൾ, മറു സൈഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ. അപ്പം നമ്മൾ അക്കാലത്ത് ഒരു പുസ്തകമൊക്കെ വരിക അതിനെ സാധ്യതയുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷയിൽ എൻ്റെ 27ാമത്തെ വയസ്സിൽ ആണ് സംഭവിക്കുന്നത്. അന്ന് അങ്ങനെയാണ്. അപ്പോൾ അതുവരെ എഴുതിയ കുഞ്ഞു കഥകളെല്ലാം കൂടെ സമാഹരിച്ചു. അതുവരെ മാധ്യമത്തിലും ചന്ദ്രികയുടെ വാരാന്ത്യ പതിപ്പിലും അങ്ങനെ പ്രത്യേക പതിപ്പുകളിലൊക്കെ വന്ന ഒരു പേജിൽ ഒതുങ്ങുന്ന കഥകളായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കഥ വലിയ ഒരു കഥ മാത്രം, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷനൊക്കെ പോയിരുന്നു. ആ കഥ എഴുതി ഇതും കൂടെ ചേർത്തു. അപ്പോൾ അതിൻ്റെ പേര് ഫോട്ടോഷോപ്പ് എന്നുള്ള പേര് കൊടുക്കുകയും. സത്യത്തിൽ അന്ന് ഈ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സങ്കേതം ഇപ്പോൾ എല്ലാവരും സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നൊരു സങ്കേതം അന്ന് വന്നിട്ടേ ഉള്ളൂ. 2005-2006 കാലത്തൊക്കെ.
അപ്പോൾ അതിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് അത് വരുന്നത്. നമ്മൾ കല്യാണം കഴിഞ്ഞൊരു സമയമായിരുന്നു. ആ സമയത്ത് നമ്മളിങ്ങനെ എടവണ്ണയിൽ ഭാര്യ വീട്ടിൽ വിരുന്ന് പോയപ്പം ആ ഭാര്യ വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോസ് ഉണ്ട്. ഈ ഫോട്ടോസ് ഒരുപാട് ഡിജിറ്റൽ ക്യാമറകളൊക്കെ ഇങ്ങനെ പ്രചാരത്തിൽ വരുന്നൊരു സമയമാണ്. അപ്പോൾ സ്റ്റുഡിയോയിലേക്ക് ഞങ്ങളെ വിളിച്ചു, ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് നല്ലത് നിങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞാനും മിസ്സസും കൂടെ സ്റ്റുഡിയോയിലേക്ക് വന്നു. അപ്പോൾ സ്റ്റുഡിയോയുടെ വാതിൽക്ക് തന്നെ ഇങ്ങനെ ഒരാൾ, അവിടെ എടവണ്ണ ടൗണിലൊക്കെ ഇങ്ങനെ ഒരല്പം ബുദ്ധിമാന്യ പ്രശ്നമൊക്കെയുള്ള ഒരാൾ ഉണ്ട്, ഹനീഫ എന്നാ മറ്റേ പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ മൂപ്പരിങ്ങനെ താടിയും ജട പിടിച്ച താടിയും പിന്നെ കറുത്ത പല്ലും അങ്ങനെ മുറുക്കാനൊക്കെ ചവച്ച് അങ്ങനെ വൃത്തിഹീനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ളൊരു പടം പുള്ളിയുടേതിൻ്റെ ചുമരിൽ തൂക്കിയിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ അയാളുടെ തന്നെ വേറൊരു പടം. അയാളുടെ പല്ല് വളരെ ബ്രൈറ്റായിട്ട് ഉണ്ട്, പിന്നെ കുറച്ച് മുടിയൊക്കെ അതേപോലെ തന്നെ. പക്ഷെ ആ ചിരി അങ്ങോട്ട് മാറുമ്പോൾ തന്നെ ആൾ ഭയങ്കര മാറി. അപ്പോൾ ഇങ്ങനെ നമുക്ക് നിങ്ങളെ പടം നമ്മൾ ഹനീഫ അവിടെ വളരെ ഫെമിലിയറായ കഥാപാത്രമാണ്, അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാമെന്ന് മൂൺ സ്റ്റുഡിയോ, ആ സ്റ്റുഡിയോക്കാർ ഇങ്ങനെ പരസ്യം ചെയ്തിട്ട് അവരുടെ വാതിൽക്കൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. അപ്പം പുള്ളി ചോദിച്ചു, ഹാരിസ എന്താ നോക്കിയിരിക്കുന്നത്, ആ പല്ല് വല്ല പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പല്ല് ഒരു പരിചയം തോന്നുന്നില്ല, മറ്റേ തന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ മൂപ്പര് പറഞ്ഞു, അത് നിങ്ങളെ ഭാര്യയുടെ പല്ലാണ്, കല്യാണ ഫോട്ടോ ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ വെച്ച് കൊടുത്താണ്. അപ്പോൾ ചിരി എന്തോരം മാറി, അയാൾ എന്തോരം വ്യത്യാസം വന്നു എന്ന്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു കഥാകൃത്ത് എന്നുള്ള രീതിയിൽ എൻ്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തു, ഇങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ വർത്തമാനവും ചരിത്രവും ഭൂതവും എല്ലാം നമുക്ക് ഇതുപോലെ ഫോട്ടോഷോപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനൊരു സാധനം വന്നു. അങ്ങനെ ഞാനതങ്ങനെ എഴുതി തുടങ്ങിയപ്പോൾ ഒരു ചെറുകഥാ ഫോമിലേക്ക് വന്നു. വേറെ രീതിയിലാണ് കഥയിൽ പ്ലേസ് ചെയ്യുന്നത് എങ്കിൽ പോലും അതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. എന്നെ സംബന്ധിച്ചൊരു ബ്രേക്കായിരുന്നു ആ കഥ, ആദ്യമായിട്ട് വന്ന വലിയൊരു കഥ. തുടർന്ന് വന്ന കഥ ഏതായിരുന്നു? പിന്നീട് വന്നത് ഭൂമി അളന്നെടുക്കുന്നതിലെ വൈഷമ്യങ്ങൾ എന്ന് പറഞ്ഞ് എൻ്റെ രണ്ടാമത്തെ കഥാസമാഹാരത്തിലെ കഥ. അത് വർത്തമാനത്തിൻ്റെ ഓണപ്പതിപ്പിലാണെന്നാണ് എൻ്റെ ഓർമ്മ അച്ചടിച്ചത്. അത് മാധ്യമത്തിൻ്റെ ഞായർ പതിപ്പിലോ രണ്ടിലേതിലൊന്നിലാണ്, ഓർക്കുന്നില്ല. 2009 മറ്റാണ് ആ കഥ വരുന്നത്. അപ്പം അതാണ് വേറൊരു കഥ. അത് ഈ വയനാട്ടിലെ കാരാപ്പുഴയിൽ നിന്ന് കുടിയിറക്കുന്ന മനുഷ്യരുടെ ഒരു ജീവിതം പറയുന്ന ഒരു സാധനം ആയിരുന്നു. അവിടുന്ന് ഇങ്ങനെ നമുക്കറിയാമല്ലോ, വയനാട്ടുകാർക്ക് അറിയാം, കാരാപ്പുഴ ഡാം വന്നപ്പം വെള്ളം ഇങ്ങനെ വന്നു കയറി ആളുകൾ ഒഴിഞ്ഞു പോകുക, അതിന് മുന്നേ ഒഴിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോൾ ഈ മനുഷ്യർ അവരുടെ ഹിസ്റ്ററിയും ഊരും അതുവരെ പഴകിയ സാഹചര്യങ്ങളൊക്കെ വിട്ട് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ ഒരു വരത്തൻ എന്നുള്ള പേരോടുകൂടെ ചെന്നിട്ട് വേറെ താമസിക്കേണ്ടി വരാം. അപ്പോൾ അത് വല്ലാതൊരു പെയിനായി തോന്നിയിരുന്നു. അപ്പോൾ അത് സത്യത്തിൽ ഞാൻ റവന്യൂവിലൊക്കെ ജോലി കിട്ടുന്നതിന് മുമ്പ് എഴുതിയ കഥയാണ്. അതിൻ്റെ മിസ്റ്റേക്കും അതിൻ്റെ ആദ്യ എഡിഷനിലുണ്ടായിരുന്നു. എൻ്റെ വിചാരം സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസറേക്കാളും മേലെയാണ് എന്ന് വിചാരിച്ചിട്ട് അത്ര ഒരു മിസ്റ്റേക്ക് അതിൻ്റെ ആദ്യ എഡിഷനിലുണ്ടായിരുന്നു. പിന്നെ അത് രണ്ടാം എഡിഷൻ വന്നപ്പോഴത്തേക്ക് ഞാൻ റവന്യൂവിൽ ജോലി കിട്ടി. അപ്പോൾ ആ തെറ്റൊക്കെ തിരുത്തി. അങ്ങനെ ഒരു കാലത്ത് എഴുതിയാണ്. സ്വാഭാവികമായിട്ടും വയനാട്ടുകാരായിട്ടുള്ള എഴുത്തുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വയനാടിൻ്റെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അറിയാതെയെങ്കിലും തങ്ങളുടെ സർഗാത്മകതയിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് എഴുത്തിലേക്ക്. അപ്പോൾ അത്തരത്തിലുള്ള ഒന്നാണ് തോന്നുന്നു ഈ പറയുന്ന ഭൂമി അളന്നെടുക്കുന്നതിലെ വൈഷമ്യങ്ങൾ. സ്വാഭാവികമായിട്ടും നിങ്ങളിപ്പോൾ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട് തോന്നുന്നു അല്ലേ? പിന്നെ അതിനുശേഷം വന്ന് ഡബിൾ ബെൽ എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തമായ, ഞാൻ പറയാൻ കാരണം വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വായനയുടെ ലോകത്ത് കൂടുതൽ പേര് കണ്ടിട്ടുള്ളൊരു പുസ്തകമാണ്. ആദ്യമായിട്ട് PSC കിട്ടുന്നത് KSRTCയിലേക്കായിരിക്കും. അപ്പോൾ ആ ഡബിൾ ബെൽ എന്ന് പറയുന്ന ആ ഒരു നോവലിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഒന്ന് പറഞ്ഞാൽ. ഡബിൾ ബെല്ല് ഞാൻ KSRTCയിൽ ഞാൻ ആദ്യം ഇങ്ങനെ NGO സെക്ടറിൽ കുറേ ജോലി ചെയ്ത് വരുന്ന സമയത്ത് ആ സമയത്ത് ഏതോ എഴുതിയ ഒരു PSC കിട്ടുന്നതാണ് KSRTCയിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സംഘർഷമായിരുന്നു. ഈ NGO സെക്ടറിൻ്റെ ഒരു ഗ്ലാമറും അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ വിട്ടിട്ട് നമ്മളിങ്ങനെ ഒരു യൂണിഫോംഡ് സർവീസിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമം തന്നെയായിരുന്നു. അങ്ങനെ കുറേ ആലോചിച്ചു. അവസാനം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും പറഞ്ഞു PSC കിട്ടിയിട്ട് പോകാതിരിക്കുക, പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കൺസൾട്ടൻ്റായി നിൽക്കാം NGO സെക്ടറിൽ എന്ന വിചാരത്തിൽ വന്ന് ഇവിടെ ജോയിൻ ചെയ്തു. വേറൊരു ലൈഫ് തന്നെയാണല്ലോ അത്, നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കി ഏത് ഓഫീസിലേക്കും ഇപ്പോൾ നമ്മൾ എന്ത് മേഖല ജോലിയാണെങ്കിൽ നമ്മൾ അതിലേക്ക് പോകുമ്പോൾ നമ്മളൊരു പ്ലഷറോടെയാണ് പോവുക. നമ്മൾ സഹപ്രവർത്തകരെ കാണാം, വൈകുന്നേരം വരെ ഹാപ്പി ആയിരിക്കാം, സർവീസ് ചെയ്യാമെന്നൊക്കെ. ഇത് പക്ഷെ നമ്മളൊരു ആന്നലായിരിക്കും ഉള്ളിൽ, ഇങ്ങനെ ഒരു പേടിയായിരിക്കും. എന്തും സംഭവിക്കാം ഒരു ബസ്സിനകത്ത്, ജീവിതം പോലെ എന്തും സംഭവിക്കാം, എല്ലാ സംഭവം ഉണ്ടാവുകയും ചെയ്യും. അപകടം ഉണ്ടാവാം, മരണം ഉണ്ടാവാം, പ്രസവം ഉണ്ടാവാം, പിടിച്ചുപറി ഉണ്ടാവാം, സ്ത്രീപീഡനം ഉണ്ടാവാം,
നമ്മൾ ഇഷ്ടംപോലെ ചീത്ത കേൾക്കാം, അങ്ങനെ വെറൈറ്റി ഓഫ് ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച എല്ലാ ദിവസം പോകുന്നത്. ഓൾമോസ്റ്റ് ഇതെല്ലാം എൻ്റെ ചെറിയ കാലയളവിൽ എനിക്ക് ഉണ്ടാവുകയും ചെയ്തു. പറയുന്നുണ്ട്. അതെ, ഞാനപ്പോൾ അതിങ്ങനെ ഡയറി എന്ന ശീലക്കാരനായതുകൊണ്ട് ഇതെല്ലാം വന്നിട്ട് അന്ന് തന്നെ കുറിച്ചിടും. നമ്മളിടുന്ന പൈസ നഷ്ടമായതും, ബസ്സിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നതും, അങ്ങനെ കേസില്ലെന്ന് പറഞ്ഞിട്ട് ഈ ഇരയുടെ കൂടെ ഉണ്ടായിരുന്ന ആള് 2 അടി കൊടുത്ത് സെറ്റിൽ ചെയ്ത ഞാനത് വായിച്ചതാണ്. അത് സത്യത്തിൽ ഉണ്ടായ ഒരു കാര്യം തന്നെയാണ്. അതെ, ആണ്. അപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഫുള്ള് എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ മാഷിനോട് ചോദിച്ചാൽ അത് നോവൽ എന്നുള്ള രീതിയിൽ ചോദിച്ചു. പക്ഷേ നോവലല്ലല്ലോ, അത് അനുഭവക്കുറിപ്പാണല്ലോ. അപ്പോൾ ഞാനതൊരു നോവൽ എന്നുള്ള രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് ഫിക്ഷനൈസ് ചെയ്യാൻ വേണ്ടി ചാപ്റ്ററൈസേഷനൊക്കെ നടത്തി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് കൺസൾട്ട് ചെയ്തപ്പം പുള്ളി പറഞ്ഞു, എന്തിനപ്പോൾ നോവലായിട്ട് അത് എഴുതുന്നത്, അപ്പോൾ നീ കുക്ക് ചെയ്തുണ്ടാക്കിയ സാധനമാണെന്ന് പറയും. റോ എക്സ്പീരിയൻസിന് ഇപ്പോൾ അതിൻ്റേതായൊരു വാല്യൂ ഉണ്ട്, പ്രസക്തി ഉണ്ട്, അപ്പോൾ നീ അതുപോലെ തന്നെ എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാനങ്ങ് എഴുതി കഴിഞ്ഞു. പ്രസാദകൻ മാസികയുടെ ഓണപ്പതിപ്പിലാണത് വന്നത്, ആദ്യത്തെ 4 ലക്കം. പിന്നീട് അവരത് സീരിയലൈസ് ചെയ്തു. പിന്നെ മലയാളം മിഷൻ്റെ സർക്കാരിൻ്റെ മലയാളം മിഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു റേഡിയോ ചാനലുണ്ട്. അതിനകത്ത് അവരിത് ഞാൻ എൻ്റെ ശബ്ദത്തിൽ തന്നെ വായിച്ചു. അപ്പോൾ ഗ്രീൻ ബുക്സാണത് പ്രസിദ്ധം ചെയ്തത്. ഇപ്പോൾ അത് 2ാമത്തെ എഡിഷനിൽ വന്നു. എനിക്ക് തോന്നുന്നത് എന്നെ അറിയാത്ത ആൾക്കാർ ഏറ്റവും അധികം വായിച്ചിട്ടുണ്ടാവുന്നൊരു പുസ്തകം അതാണ്. നമുക്കെപ്പോഴും ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് നിന്ന് ആൾക്കാർ വായിച്ചിട്ട്. അല്ല, അത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഓർമ്മക്കുറിപ്പുകളുടെ രീതിയാണെങ്കിൽ പോലും വായനയ്ക്കുള്ളൊരു സുഖം അത് അല്ലെങ്കിൽ ഒരു കഥയുടെ അല്ലെങ്കിൽ ഒരു നോവലിൻ്റെ ഒരു അവസ്ഥയിലേക്ക് അത് എത്തിച്ചേർന്നിരുന്നു. പിന്നെ മറ്റൊന്ന്, ഇപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഈ പല സാഹിത്യകാരന്മാരും വയനാടിനെ സംബന്ധിച്ചിടത്തോളമുള്ള കുറേയധികം സാംസ്കാരികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഹാരിസ് നെന്മേനി നന്നായി യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ ഭാരതത്തിലെ പൈതൃക കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം, അത് കേവലം ഭാരതത്തിൻ്റെ പല ഇടങ്ങളെയും തട്ടിച്ചുകൊണ്ടുള്ള. അപ്പോൾ അതിന് അത്തരമൊരു പുസ്തകം എഴുതാനുള്ള സാഹചര്യം യാത്രയുമായി കിട്ടിയിട്ടുള്ള അനുഭവങ്ങളാണ്. ഓഫ് കോഴ്സ് യാത്ര ഞാനിങ്ങനെ ഒരു വായന പോലെ തന്നെ പ്രധാനപ്പെട്ട് കാണുന്നൊരു സംഗതിയാണ്. യാത്ര ആദ്യം ഉണ്ടായിരുന്നൊരു പരിധി നമുക്ക് പൈസ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം പിന്നെ മനസ്സുണ്ടെങ്കിൽ പൈസ വലിയ ഘടകമല്ല എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് നമ്മൾ എല്ലാവർക്കും പറ്റുന്നൊരു ഘടകമായി മാറി. അതെ. അങ്ങനെ വന്നു. അപ്പം അത് DC ബുക്സാണ് ആ ബുക്ക് പ്രസിദ്ധം ചെയ്തത്, സാറ് പറഞ്ഞ പുസ്തകം. അപ്പോൾ അതിന് മുമ്പേ ഞാൻ വിൻഡോ സീറ്റ് എന്ന് പറഞ്ഞ ഒരു യാത്രാ നോവൽ എഴുതിയിരുന്നു. അപ്പോൾ അതും DC ബുക്സാണ് ചെയ്തത്. അപ്പോൾ അത് അവർ യാത്രാ നോവൽ എന്നുള്ള വിഭാഗത്തിൽ, കുട്ടികൾക്കുള്ള യാത്രാ നോവൽ എന്നുള്ള വിഭാഗത്തിലാണ് പ്രസിദ്ധം ചെയ്തത്. അപ്പോൾ അത് ഒരു വർഷത്തിന് കൊണ്ട് തന്നെ 3 പതിപ്പൊക്കെ ഇറങ്ങി, ഭയങ്കര അറ്റൻഷൻ കിട്ടി. അപ്പോൾ ആ ഒരു യാത്രാ നോവൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാഹിത്യത്തിൽ ഒരു കാറ്റലോഗൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു പുതിയ ഒരു ടേമാണത് എന്ന് പറഞ്ഞിട്ടാണ് DC ബുക്സ് തന്നെ പ്രസിദ്ധം ചെയ്തത്. അത് എനിക്ക് തോന്നുന്നു വേറെ അങ്ങനെ പിന്നെ അതിന് മുന്നേ വന്നിട്ടില്ല എന്നാണ്. അപ്പം അതിന് കിട്ടിയൊരു പോപ്പുലാരിറ്റിയും അതിന് കിട്ടിയൊരു സ്വീകാര്യതയും ഒക്കെ ഉള്ള സമയത്താണ് അവരൊരു അസൈൻമെൻറ്റ് പറയുന്നത്, ഇങ്ങനെ ഒരു വർക്ക് ചെയ്തുകൂടെ എന്ന്. അന്ന് എൻ്റെ ബുക്കുകളുടെ ചാർജ് ഉണ്ടായിരുന്ന ശ്രീദേവി എന്ന് പറയുന്ന എഡിറ്ററുണ്ട്, അവർ പറയുന്നത് ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് വെച്ചു. അപ്പോൾ കൃത്യസമയത്ത് ഞാൻ ആകാശവാണിക്ക് വേണ്ടിയിട്ട് ഇതേ ഒരു സാധനം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ഡേ ഏപ്രിൽ മാസത്തിലാണ് വരുന്നത്, അതിന് വേണ്ടിയിട്ട് ഒരു പ്രഭാഷണം നടത്തി വന്നതിൻ്റെ പിറ്റത്തെ ആഴ്ചയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഭയങ്കര കോയിൻസിഡൻസ് ആയി തോന്നി. അപ്പോൾ ഞാനപ്പം തന്നെ ബ്ലൈൻഡായിട്ട് അങ്ങ് സമ്മതിച്ചു. ഈ സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഓൾമോസ്റ്റ് പോയതാണ്, ചിലതൊന്ന് റീവിസിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അങ്ങനെ ഇന്ത്യയിലെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ആ സമയത്ത് പെടുത്തിയ നഗരങ്ങളെല്ലാം, നഗരങ്ങൾ, പിന്നെ മൊണ്യൂമെൻറ്റ്സ്, ക്ഷേത്രങ്ങൾ, സ്മാരകങ്ങൾ, താജ്മഹൽ, വനപ്രദേശങ്ങൾ, ഇങ്ങനെ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തുടർയാത്രയിൽ എന്ന പോലെ അതേസമയം നമുക്ക് റെഫർ ചെയ്യാവുന്ന, ഒരാൾക്ക് പോകണമെങ്കിൽ അത് റെഫർ ചെയ്തിട്ട് പോകാം, അതിൻ്റെ ഹിസ്റ്ററി പഠിക്കാം, കറണ്ട് സ്റ്റാറ്റസ് പഠിക്കാം, അവിടെ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സമയം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് ഒരു ഫിക്ഷനൈസ് ചെയ്യാതെ അതേസമയം ഒരു തുടർയാത്രയിൽ എന്ന പോലെ താജ്മഹലിൽ തുടങ്ങി സഹ്യപർവ്വതം, കേരളത്തിൽ നിന്നുള്ള ഏക യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് സഹ്യപർവ്വതം മാത്രമാണ്. ഇപ്പോൾ ഇടയ്ക്കിലൊക്കെ അതിനകത്ത് വരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ടെന്നുള്ളൂ, ആയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് അങ്ങനെ യാത്ര ചെയ്തിരുന്നതാണ്. അപ്പോൾ അത് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പിന്നീട് ഞാൻ പോയി, കുറച്ച് സ്ഥലങ്ങളിൽ പോയി ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെയാണ് ആ പുസ്തകം സംഭവിക്കുന്നത്. ഈ സാഹിത്യകാരന്മാർ പൊതുവേ ഈ ബാലസാഹിത്യത്തിൽ കൈവയ്ക്കാൻ കുറച്ച് മടിയാണ്. കാരണം എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുകയാണ്, എഴുത്തിൻ്റെ അനുഭവമല്ല, വായനയുടെ അനുഭവം കൊണ്ട് പറയുകയാണ്. അപ്പം മറ്റ് ഗ്രന്ഥങ്ങൾ, ഇപ്പോൾ ഒരു നോവലോ കഥയോ വേണമെങ്കിൽ സഞ്ചാര സാഹിത്യമോ എഴുതുന്ന പോലെ എളുപ്പമല്ല ബാലസാഹിത്യം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഈ ബാലസാഹിത്യത്തിലും കൈവച്ചിട്ടുണ്ടല്ലോ, അത് എങ്ങനെ സംഭവിച്ചു? ഞാൻ വേറെ അത് ഇപ്പം മാഷ് ചോദിച്ചപ്പോൾ ഞാൻ വേറെ കാര്യം ആലോചിക്കാൻ ഇടയുണ്ടായി. ഇപ്പം
പലപ്പോഴും ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ബാലസാഹിത്യകാരൻ എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു അനുഭവം എനിക്ക് ആദ്യത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നീട് അത് മറികടന്നാണ്. സത്യത്തിൽ എന്തുകൊണ്ട് ആൾക്കാർ ഒന്നോ രണ്ടോ ബാലസാഹിത്യ കൃതികൾ മാത്രം നമ്മൾ വായിച്ചത് കൊണ്ട് ബാക്കി വന്ന് നോവലുകൾ മാജി ആണെങ്കിലും ആൾവാർ ചന്ദനയാണെങ്കിലും യാത്രാ പുസ്തകങ്ങളാണ് കണ്ടിട്ടുണ്ടാവില്ലാത്തതുകൊണ്ട് അപ്പം അങ്ങനെ അതിനകത്തൊരു അപകടം ഉണ്ടെന്ന് എനിക്ക് ഇടക്കാലത്ത് തോന്നിയിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനതിനെ ഒന്നുകൂടി തിരുത്തുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതിനെ ആവർത്തിക്കുകയാണ്. ബാലസാഹിത്യം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഞാൻ അതിലേക്ക് ഞാനും വന്നു. അപ്പോൾ മാഷ അത് തിരിച്ചാണ് പറഞ്ഞത് എന്ന് പറയുകയായിരുന്നു. ശരിക്കും ടഫായിട്ടുള്ള ഒരു സാധനം തന്നെ. പക്ഷെ പ്രത്യേകിച്ച് ഞാൻ കുട്ടികളോടൊക്കെ അങ്ങനെ ഒരു ഭയങ്കര ആത്മാർത്ഥമായ സ്നേഹമുണ്ട് എന്നല്ലാതെ അവരെങ്ങനെ ഭയങ്കര ഈ എല്ലാവരും കാണിക്കുന്ന പോലെ കൊഞ്ചിക്കുക അതൊന്നും നമുക്ക് എന്തോ ഒരു വശമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് ഇവിടെ പിള്ളേരെ കണ്ടാൽ നമ്മുടെ ഒരു പിള്ളേർ പോലെ ഒരു ഹോം ഫീൽ തോന്നും. ഈ ആരുടെ പിള്ളേരാണെങ്കിലും അങ്ങനെ തോന്നുന്നൊരു മട്ടാണ്. ഒരു പക്ഷേ അതായിരിക്കാം എനിക്കങ്ങനെ തോന്നിയത്. എനിക്ക് തന്നെ അതിശയമായിരുന്നു. ഇപ്പോൾ പൊൻകുഴിക്കാട്ടിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ് ബാലസാഹിത്യത്തിൽ ആദ്യം എഴുതിയത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഞാൻ എഴുതിയാൽ ശരിയാവുമോ എന്നുള്ളൊരു വലിയ ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ മൂന്നാമത്തെ പുസ്തകമാണ് ബാലസാഹിത്യം വരുന്നത്. അപ്പം അത് ഞാനങ്ങനെ എഴുതി നോക്കിയപ്പോൾ അത് കുഴപ്പമില്ല. ചന്ദ്രികയിലാണത് ശിഹാബുദ്ദീൻ പൊയ്ത്തുങ്കടവ് എഡിറ്ററായ സമയത്ത് സീരിയലൈസ് ചെയ്ത് വന്നു 25 ലക്കങ്ങൾ. പിന്നീട് ഒലിവ് ബുക്സ് 1-ാം പതിപ്പും TBS 2-ാം പതിപ്പും ചെയ്തു. എഴുത്തുകാരെന്നുള്ള നിലയിൽ പലപ്പോഴും ഈ പ്രതികരണങ്ങൾ വരുമല്ലോ. അപ്പോൾ ഈ കുട്ടികളുടെ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണങ്ങൾ അങ്ങനെ കൂടുതൽ വന്നിട്ടുണ്ടോ? കുട്ടികളുടേതിനേക്കാളും മറ്റ് പുസ്തകങ്ങൾക്കാണ് വരിക. പിന്നെ കുട്ടികൾ വായിച്ചിട്ട് ഈ എല്ലാ കൃതികളുടെയും സ്കൂളുകളിലൊക്കെ വായിച്ചിട്ട് അധികം പ്രതികരണം കിട്ടിയിട്ടുണ്ടാവുക വിൻഡോ സീറ്റിനാണ്. അപ്പോൾ അങ്ങനെ അത് ടീച്ചേഴ്സൊക്കെ തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വേറൊരു തരത്തിൽ യാത്ര ചെയ്യുന്ന പോലെയാണല്ലോ, ട്രെയിനിലും ബസ്സിലും ഒക്കെ പോകുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ ആലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞ വർഷം വിളിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ആ പുസ്തകം വായിച്ച ശേഷം ഞങ്ങൾ യാത്ര ആ മോഡിലാക്കി. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ബസ് വിളിച്ചിട്ട് അതിനകത്ത് ഫുൾ ടൈം ഡാൻസ് ചെയ്തിട്ട് ഒന്നും കുട്ടികൾ പോണ വഴിക്കൊന്നും കാണില്ല, ഡാൻസ് അല്ലാണ്ട് ഒന്നുമില്ല. അപ്പോൾ ഡാൻസ് ചെയ്യാനാണെങ്കിൽ സ്കൂളിന് മുറ്റത്ത് വണ്ടി നിർത്തിയിട്ടിട്ട് ഡാൻസ് ചെയ്താൽ പോരെ എന്ന് ടീച്ചർ ചോദിച്ചത്രേ. അങ്ങനെയാണ് ഇവർ ട്രെയിനിൽ ബുക്ക് ചെയ്ത് മംഗലാപുരം മാൽപ്പേ ഐലൻഡിലേക്കൊക്കെ പോയൊരു യാത്ര ട്രെയിനിൽ പോയി, ബസ്സിൽ പോയി, ബോട്ടിലൊക്കെ പോയി. ഈ വിൻഡോ സീറ്റിനെ ഞങ്ങൾ മാതൃകയാക്കിയെന്നു. പിന്നീട് പലരും ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിലുള്ള പലരും ആ തരത്തിലുള്ള യാത്ര മാറ്റി എന്ന് പറഞ്ഞു. ഇനി ഞാൻ ഹാരിസൺ മേനോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഹാരിസൺ മേനയുടെ ഏകദേശം പുസ്തകങ്ങളൊക്കെ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. മാജി എന്ന് പറയുന്ന പുസ്തകത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ നമ്മൾ പരിസ്ഥിതി സ്നേഹമൊക്കെ ഏറെ പറയുമെങ്കിൽ പോലും ജലമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള കുറേ സംഭവങ്ങളാണ് അതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഒരു കഥാകാരൻ്റെ മനസ്സിൽ അത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണ്? ആ നോവൽ സംഭവിക്കുന്ന സത്യത്തിൽ ഞാൻ NGO സെക്ടറിൽ കുറേ കാലം വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഈ ജലനിധി പ്രോജക്റ്റ്, അതുപോലെ പ്രകൃതിയും പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കുറേ പ്രോജക്റ്റുകൾ കേരളത്തിന് പുറത്തും ഒക്കെ പിന്നെ ഒരു കോഴ്സ് ചെയ്തിരുന്നു വിദേശത്ത്. അതും ഈ ഗ്രാമീണ വികസനവുമായി ബന്ധപ്പെട്ടാണ് നെതർലാൻഡ്സ് ചെയ്തിരുന്നു. അപ്പോൾ അത് വെള്ളക്കെട്ടുള്ള ഒരു ഏരിയയിലാണ്. ഇവിടെ തന്നെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ കുട്ടനാടിന്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒരു മേഖലയിൽ കുറേയേറെ കാലം ഇങ്ങനെ ജോലി ചെയ്തിരുന്നു. പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ചിലത് വെള്ളം അധികമാവുന്നതിൻ്റെ, ചിലത് വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഇല്ലാത്തതിൻ്റെ, ചിലയിടത്ത് വരൾച്ചയുടെ. അപ്പോൾ ഇത് ലോകത്താകമാനമുള്ള ഒരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ അന്നത് നടക്കുന്ന ഗവേഷണങ്ങളിലും പ്രോജക്റ്റ് റിപ്പോർട്ടുകളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഒരു 2050 ലോകത്ത് ജനസംഖ്യയുടെ 50% പേർ ശുദ്ധജലത്തിന് ആക്സസ് ഇല്ലാത്തവരായി മാറുമെന്നൊരു ഭീതിപ്പെടുത്തുന്ന കണക്ക് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉള്ളിൽ ഇങ്ങനെ ബേൺ ചെയ്യുന്നൊരു സാധനമായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു വിഷയം പ്രമേയമാക്കിയിട്ട് എഴുതിക്കൂടാ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാനത് വർക്ക് ചെയ്തിട്ട് ആദ്യം ഞാനൊരു ചെറുകഥാ ഫോമിലാണ് അത് എഴുതിയത്. ചെറുകഥാ ഫോമിൽ എഴുതി അതിന് പ്രധാനപ്പെട്ട മാഗസിനിലേക്ക് അയച്ചു. അപ്പോൾ അവർ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഇത് പ്രിൻറ്റിൽ വരുമ്പോൾ വരെയടക്കം 17 പേജ് വരുന്നുണ്ട്, അപ്പോൾ ഒന്ന് ചെറുതാക്കി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. 17 പേജ് പിന്നെ അങ്ങനെ ചെയ്യുന്നത് എങ്ങനെ? കാലിനനുസരിച്ച് ചെരുപ്പ് മുറിക്കുക, അല്ലെങ്കിൽ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്ന് പറയുന്നത് അത് സാധ്യമാണോ എന്നാൽ എന്നെ വലിയ സംഘർഷത്തിലാക്കി. അപ്പോൾ ഞാൻ കുറേ കാലം അങ്ങ് നിന്നിട്ട് പിന്നെ ഒരു ദിവസം ഒരു വെളിപാടുണ്ടായി, ചെറുതാക്കുന്നത് എന്തിനാണ്, ഇപ്പോൾ വലുതാക്കിയാൽ എന്താണ്. അങ്ങനെയാണ് അതിലേക്ക് പോകുന്നത്. പിന്നെ നന്നായിട്ട് പണിയെടുത്തു. അങ്ങനെ നല്ല വർക്ക് ചെയ്തു. നമ്മൾ ലോകത്തെ ഏത് ഭാഗത്തും സംഭവിക്കാവുന്ന ഒന്നായി, ലോകത്തെ ഏത് ഭാഗത്തും വെള്ളത്തിന് വേണ്ടി യുദ്ധമുണ്ടാവാൻ സാധ്യതയുള്ളതായി, അതുപോലെ വെള്ളത്തിൻ്റെ മാർക്കറ്റിങ്ങും വെള്ളം ഒരു ആഗോള പൊളിറ്റിക്സിൽ എങ്ങനെ ഇടപെടുന്നു എന്ന് തുടങ്ങിയ മാഷ് വായിച്ചതാണല്ലോ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഉൾച്ചേർത്തുകൊണ്ട്
അങ്ങനെ അങ്ങ് ലോകത്ത് എവിടെയും സംഭവിക്കാവുന്ന പോലെ ആണ്. ഇപ്പോൾ മാജി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സ്വാഹിലി ഭാഷയിൽ വെള്ളം എന്നാണ്. അപ്പോൾ ആ പേരുള്ളൊരു സ്ഥലത്ത് നടക്കുന്ന ഒരു കഥയായിട്ട് കൂടെ ആണ് അതിന്. അല്ല, ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ എൻ്റെ വായനയേക്കാൾ ഉപരി ഇപ്പോൾ പ്രേക്ഷകർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മാജി എന്ന് പറയുന്ന പുസ്തകത്തിന് ഈ ഒരു പ്രാധാന്യം അത് ഒരു നിസ്സാരമായിട്ടല്ല അത് കാണുന്നത്. കാരണം അതിലെ ആ പ്രധാന കഥാപാത്രം ഒരിടത്ത് വെച്ച് ചെയ്യുന്ന കുറേയധികം പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അത് അത്തരമൊരു തോന്നലിലേക്ക് എത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതാണ് ഞാൻ ചോദിച്ചത്. അത് സത്യത്തിൽ ഞങ്ങൾ അതിൻ്റെ കോർ തീം എടുക്കുന്നത്, കോർ തീമല്ല, ആ ഒരു ആക്ഷൻ, ഇപ്പോൾ വെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു യന്ത്രം, ഒരു ശ്രമം ഒരു വയോവൃദ്ധനും ഈ പറഞ്ഞ നായക കഥാപാത്രവും കൂടെ ചെയ്യുന്നതാണ് മാഷ് ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടേ ഇല്ലാത്ത ആളാണ്. പക്ഷേ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു, പ്ലാനറ്റ് കേരള എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ സോഷ്യൽ സൈഡ് മൊബിലൈസേഷനാണ്. ആളുകൾക്ക് ഇങ്ങനെ വീടുകളിൽ ഇത് ചെയ്തിട്ട് അവരുടെ കടൽ വെള്ളം അല്ലെങ്കിൽ ഓരുവെള്ളം ശുദ്ധീകരിക്കാൻ പറ്റുന്ന മനോസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഡിസ്റ്റിൽ ചെയ്ത വാട്ടറാണ്, പ്യുവർ വാട്ടർ ആക്കിയെടുക്കുക നമ്മളെ കടൽ വെള്ളത്തെ അല്ലെങ്കിൽ ചെളി നിറഞ്ഞ വെള്ളത്തെ. അപ്പം ആ ഒരു സോഷ്യൽ സൈഡാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. മറിച്ച് നമ്മുടെ കൂടെ എഞ്ചിനീയർമാരുടെ ഒരു ടീമുണ്ടായിരുന്നു. അവരാണ് ഇതിൻ്റെ സാങ്കേതിക വിദ്യ, പ്രധാനമായിട്ട് ഒരു ടെറി തോമസ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു. പുള്ളിയും പിന്നെ ഒരു മനോജ്, ഇവർ രണ്ടുപേരുമാണ് അതിൻ്റെ ടെക്നിക്കൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക തപസ് ചെയ്യുന്ന പോലെ നിന്ന് അവരെങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളൊരു മോശം വെള്ളം ഒരു സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പൈപ്പിലൂടെ ഒഴുകി സൂര്യാതാപം കൊണ്ട് അതിങ്ങനെ വാറ്റുന്ന പ്രോസസ്സ് തന്നെയാണ്. അവസാനം ശുദ്ധജലമായിട്ട് വരും. അപ്പോൾ അത് വലിയ സ്കെയിലിലും ചെയ്യാം. അപ്പോൾ അത് കുറേ ഫീൽഡിൽ ചെയ്തിരുന്നു. അപ്പം നമ്മളതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പം ആ സാധനത്തെ നോവലിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പം അത് പറയുകയും ചെയ്യുക, അതിനോടൊപ്പം വലിയ പൊളിറ്റിക്സ് വെള്ളത്തിൻ്റെ പേരിലുള്ളത്. അതേസമയം പൊളിറ്റിക്സിന് തന്നെയാണ് ഇവിടെ പ്രാധാന്യം. അതെ, അത് ഞാൻ പലപ്പോഴും ഈ പല ചർച്ചയിൽ പോകുമ്പോഴും ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ് ഇപ്പോൾ മാഷ് ചോദിച്ചത്. അങ്ങനത്തെ ഒരു സങ്കേതം എങ്ങനെ കിട്ടി? കാരണം നമ്മൾ പേടിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നോവലിലത് പരാമർശിച്ചെങ്കിൽ പോലും വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിക്കാവുന്ന ഒന്നാണ് എന്ന് പരിസ്ഥിതി ബോധമുള്ള ആർക്കും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പഴയൊരു കാലഘട്ടത്തിൽ നമുക്ക് കുപ്പിവെള്ളം എന്നുള്ളൊരു ചിന്ത പോലും ഉണ്ടായിരുന്നു. അത് വന്നു കഴിഞ്ഞു. അപ്പോൾ അത്തരം പരാമർശങ്ങളുടെ ഒരു അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു ഭീകരതയുടെ ചൂണ്ടിക്കാട്ടലാണ് നോവലിലൂടെ അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാനത് അഭിനന്ദനം അർഹിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം വന്ന പുസ്തകം ഏതായിരുന്നു? അതിനുശേഷമാണ് ആൾവാർ ചന്ദന എന്ന് പറയുന്ന പുസ്തകമാണ്. അതിൻ്റെ കഥാതന്തു അത് സോഷ്യൽ മീഡിയ ആയിരുന്നു. അപ്പോൾ ഈ ഒരു തമാശ ഉണ്ടായിരുന്നു, ഞാനത് ചെറുതാക്കി എഴുതിയതിന് കുറേ പേര് ചീത്ത പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊരു സോഷ്യൽ മീഡിയ പശ്ചാത്തലമാണ്. സോഷ്യൽ മീഡിയയിൽ താരമായി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ജീവിതവും അവർ തലയിക്കൂത്തൽ എന്ന് പറയുന്ന ഒരു ദുരാചാരം ഉണ്ടല്ലോ, സാറിന് ഒരു പക്ഷേ അറിയായിരിക്കും. തമിഴ്നാട്ടിലൊക്കെ ഉള്ള വയസ്സായ ആളുകളെ ഒരു പർട്ടിക്കുലർ ഏജ് ആയാലും അവർ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഉപാധികളുണ്ട്. 10-23 ഉപാധികളുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് വേണമെങ്കിൽ മാത്രം ലളിതമായിട്ട് പറയാം. അപ്പോൾ ഒരു വയസ്സായ ഒരാൾ ഒരു ദിവസം, ഒരു 80 വയസ്സായ ഒരാൾ, അയാൾ വേറെ ഉപയോഗമൊന്നും അയാളെ കൊണ്ട് പിള്ളേർക്കില്ല, ഒരു ബാധ്യതയായിട്ട് അവർ കരുതുകയാണെങ്കിൽ അവരെങ്ങനെ അയാളെ ഒരു ദിവസം പുലർച്ചെ കുളിപ്പിച്ച് നന്നായി തണുത്ത വെള്ളത്തിൽ കുളിപ്പിച്ച് ഇയാളെ വെയിലത്തിരുത്തും. വെയിലത്തിരുത്തുമ്പോൾ പുള്ളിക്ക് തുമ്മലും ജലദോഷമൊക്കെ വരും. അങ്ങനെ ഒരു പനിയുടെ ലക്ഷണം വരുമ്പോൾ ഇതിനെ ഇരട്ടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ തണുത്ത കരിക്കിൻ വെള്ളം കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് കഫക്കെട്ടും ന്യൂമോണിയൊക്കെ ആവും. അപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അത് കടുത്ത പനിയൊക്കെ ആയി മാറി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വൈകിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ അപ്പ ഇരന്ത് പോച്ച്, അപ്പോൾ അച്ഛൻ മരിച്ചുപോയി, സ്വാഭാവികമായി മരണം. പനി ബാധിച്ച് വയസ്സായ ഒരാൾ ഇങ്ങനെ ചോര വരുത്താതെയോ മറ്റ് തെളിവുകളോ ഇല്ലാതെ ഒരാളെ കൊല്ലാൻ 23 ഉപാധികൾ തലയിക്കൂത്തലിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിൽ ഇപ്പോഴും ഉണ്ടത്ര, ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ 1-2 പഠന റിപ്പോർട്ടുകളും വായിച്ചിരുന്നു, എന്തൊക്കെയോ പത്രങ്ങളിലെ വാർത്തകൾ വായിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ നായിക ഇതിനെതിരെ സമരം ചെയ്യുന്ന ഒരാളായി, സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന ഒരാളായി അങ്ങനെ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഈ മാജി വന്ന ഉടനെയാണ്. അപ്പോൾ മാജി കുറച്ച് വലിയ നോവലായിരുന്നു. അപ്പോൾ ആളുകൾ എനിക്കൊരു റെപ്യൂട്ടേഷൻ തന്ന നോവലാണ്. സുകുമാർ അഴീക്കോട് അവാർഡും പിന്നെ പൂർണ്ണ ഉറൂബ് നോവൽ മത്സരത്തിലാണ് അത് ആദ്യം തന്നെ പബ്ലിഷ് ചെയ്ത് വരുന്നത്. അതിന് ശേഷമാണ് സുകുമാർ അഴീക്കോട് അവാർഡ് കിട്ടുന്നത് ആ നോവൽ. അപ്പോൾ അതിൻ്റെ ഒരു സാധനത്തിൽ നിൽക്കുന്ന, നല്ലൊരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ കുഞ്ഞു നോവൽ വരുന്നത്. അപ്പോൾ അത് അക്കാലത്തുണ്ടായ ഒരു ചെറിയൊരു ഇതാണ്. അപ്പോൾ കുറേ പേര് പറഞ്ഞാൽ അത് കുറച്ച് ടഫായിട്ടുള്ള നോവലാണ്, അല്ലെങ്കിൽ അതിലെ പേരുകൾ സാങ്കേതികത്വം നിറഞ്ഞതാണ്, അപ്പോൾ കുറച്ച് ലാളിത്യമുള്ള, കുറച്ച് ചെറുതായ ഒരു വീർപ്പിന് വായിക്കാൻ പറ്റുന്ന ഒക്കെ ഇതിനിപ്പോൾ ഭയങ്കര ഡിമാൻഡുണ്ടെന്ന് പറഞ്ഞാൽ ആ തരം ഒരു സ്കൂളിൽ പെട്ടുപോയി കുറച്ച് കാലത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വളരെ ചെറുതാക്കി എഴുതി. പക്ഷെ അത് കുറേ പേര് വിമർശിച്ച് അത് നന്നായി എന്ന് പറഞ്ഞു. അതേസമയം കുറേ പേര് പറഞ്ഞത് വലിയ സ്കെയിലിൽ പരിചരിക്കാവുന്ന ഒരു തീമായിരുന്നു ആൾവാർ ചന്ദനയുടേത്. അത് നിങ്ങൾ വളരെ
ചെറുതാക്കി കളഞ്ഞു എന്നിങ്ങനെ ഒരു ആക്ഷേപവും പറഞ്ഞു. അത് സ്വാഭാവികമായിട്ടും വായനക്കാരൻ്റെ ഒരു പ്രതികരണമായിട്ട് കണ്ടാൽ മതി. പക്ഷെ ഒരുപക്ഷെ ചിലപ്പോൾ ആ ചെറുതാക്കിയതായിരിക്കും നന്നായിട്ടുണ്ടാകുക എന്നുള്ളത്. ജികളുടെ പ്രവർത്തനം ഒരു പരിധി വരെയൊക്കെ നമ്മുടെ നാടിന് വികസനം എത്തിക്കുന്നില്ല. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗവൺമെൻറ്റിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്ത സർവീസുകൾ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണല്ലോ. പ്രത്യേകിച്ചും ജലനിധി പ്രൊജക്റ്റൊക്കെ. അതെ 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 അതെ. ഇപ്പോൾ ഈ വീട്ടിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ജലനിധിയിലെ വെള്ളമാണ്. അപ്പോൾ തറവാട്ടിലും ഞങ്ങളിവിടെ ഒരു 53ഓളം കുടുംബങ്ങൾ ഉണ്ട്. ഞാനൊരു കാലത്ത് അതിൻ്റെ സെക്രട്ടറി കൂടിയായിരുന്നു. ഈ ജോലിയൊക്കെ സർക്കാർ ജോലി കിട്ടിയ ശേഷം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് വേറെ ആർക്കും കിണറില്ല. ഈ 53 വീട്ടിൽ ആർക്കും കിണറില്ല. അത് സത്യത്തിൽ ഇങ്ങനെ ഒരു NGO ഇവിടെ അന്ന് നടപ്പാക്കിയാണ്. അപ്പം അതുപോലെ സർക്കാരിന് ഡയറക്റ്റ് എത്തിക്കാൻ പരിമിതിയുള്ള ഒരുപാട് ഇപ്പോൾ ട്രെയിനിങ് മേഖലയിലാണെങ്കിലും വിവരസാങ്കേതിക വിദ്യാ മേഖലയിലാണെങ്കിലും ഇത്തരത്തിലുള്ള മെറ്റീരിയൽ കൊടുക്കുന്നതിലാണെങ്കിലും കുടിവെള്ളത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയൊക്കെ മേഖലയിലാണെങ്കിലും ഒരുപാട് സർവീസസ് ഗവൺമെൻറ്റുകൾക്ക് എത്തിക്കുന്നതിൽ പരിമിതി ഉണ്ടാവും. അപ്പം ആ പരിധിയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സർവീസുകൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നവർ തന്നെയാണ് NGOs. അപ്പോൾ ഞാനത് പോസിറ്റീവായിട്ട് കാണുന്നു. ഞാൻ സാന്ദർഭികമായി ചോദിച്ചു എന്നേ ഉള്ളൂ. പിന്നീട് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. അതെ, KSRTCയിലായിരുന്നു നേരത്തെ മാഷ് ചോദിച്ചതുപോലെ. KSRTCയിൽ ജോലി ചെയ്യുമ്പോഴാണ് റവന്യൂവിൽ അഡ്വൈസ് കിട്ടുന്നത്. അപ്പം തൊട്ടപ്പുറത്തെ കോമ്പൗണ്ടാണ്. അവിടുന്ന് രാജി വെച്ചിട്ട് ഇങ്ങോട്ട് വരിക ചെയ്തത്. അത് KSRTCൻ്റെ സ്ഥിതി അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ വളരെ ഗ്ലേഫുള്ളി അക്സെപ്റ്റ് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ രാജി ഇതാ എൻ്റെ രാജിക്കത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുതി കൊടുക്കുക വേണ്ടു. ആ സർവീസ് പോലും എവിടെയും കൗണ്ട് ചെയ്യുന്നില്ല. സാറിന് അറിയാം. ആ സർവീസ് വേറെ എവിടെയും കൗണ്ട് ചെയ്യുന്നില്ല. ഞാൻ അവിടുന്ന് PF പോലും വാങ്ങിച്ചില്ല. അത് പിന്നെ അതെ അതെ അതെ, പൈസ ഇല്ല വെച്ചു. ആപ്ലിക്കേഷൻ വെക്കാം നമുക്ക്. പിന്നെ നമ്മളതങ്ങനെ അങ്ങനെ ശരിയല്ലല്ലോ വെച്ചിട്ട് അത് വിട്ടു. അത് സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെയാണ് റവന്യൂവിൽ വരുന്നത്. സത്യത്തിൽ റവന്യൂവിൽ വരുമ്പോൾ എൻ്റെ പേരിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. വന്ന ശേഷമുള്ള 12 കൊല്ലം കൊണ്ട് 12 പുസ്തകങ്ങൾ വന്നു എന്നുള്ളതാണ്. പക്ഷെ അത് ഓഫീസിലിരുന്ന് എഴുതി എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ നമുക്ക് ഭയങ്കരമായ സ്വാസ്ഥ്യം തരും. ഇപ്പോൾ വകുപ്പുകളിൽ ഒരു അല്പം ടഫായിട്ടുള്ളൊരു വകുപ്പാണ് റവന്യൂ. പോലീസൊക്കെ പോലെ തന്നെ അത്രയും കാർക്കശ്യം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പോലും ഇപ്പം ചില മൃഗസംരക്ഷണ വകുപ്പൊക്കെ പോലെ വളരെ ലളിതമായി ജോലി ചെയ്യാവുന്ന വകുപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ റവന്യൂ എപ്പോഴും ഇങ്ങനെ ഇലക്ഷനും പ്രളയവും അതൊക്കെ ആയിട്ട് നമുക്ക് അറിയാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഞാൻ ആലോചിക്കുമ്പോൾ ഞാനിതിനു മുമ്പ് ഇങ്ങനെ എൻ്റെ നല്ല പിന്നെ ഒരു വർക്കുമാൻ എന്ന രീതിയിൽ നല്ല കാലമൊക്കെ NGO സെക്ടറിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വർക്ക് ഹോളിക്കായിരുന്ന ഒരാളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് വളരെ നിസ്സാരമായ ഒരു ചെയ്യാവുന്ന പോലെ. മറ്റൊന്ന് ചോദിക്കട്ടെ, ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ ഉള്ള ചില നിയമ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ പ്രേക്ഷകർക്കും അത് അറിയില്ലായിരിക്കും. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ. ഞാൻ റവന്യൂവിൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിങ്ങനെ വിചാരിച്ച് ഇപ്പോൾ മലയാളത്തിൽ അന്നത്തെ പ്രധാനപ്പെട്ട എഴുത്തുകാർ അല്ലെങ്കിൽ ഇപ്പോഴും എഴുതുന്ന ആളുകളൊന്നും നിരവധി പേര്. S. ഹരീഷ്, റവന്യൂക്കാരൻ തന്നെയാണ് S. ഹരീഷ്. ഇപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് അന്ന് കത്തി നിൽക്കുന്ന പിന്നെ കവിയാണ്. പിന്നീട് ആ സീരിയലിലേക്ക് വന്നത്. അദ്ദേഹം ട്രഷറിയിലായിരുന്നു. ഒരുപാട് സ്കൂൾ മാഷുമാർ, പ്രൊഫസർമാർ, ഗവൺമെൻറ് കോളേജിൽ പഠിപ്പിക്കുന്നവർ ഒരുപാട് പേര് എഴുതുന്നു. അപ്പോൾ ഇവരൊക്കെ ഈ പെർമിഷൻ എടുത്തിട്ടുണ്ടാവുമോ? ഇപ്പോൾ ഗവൺമെൻറ്റുകൾക്ക് അത്ര മോശമായിട്ട് ഒരു ജീവനക്കാരൻ്റെ ഒരു സ്വാതന്ത്ര്യത്തെ ഇടതും പക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും അതിനെ തടയിടാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാവില്ല എന്ന് വെച്ച് പെർമിഷൻ്റെ കാര്യം ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷേ അന്ന് തഹസിൽദാർ വിജയൻ എന്ന് പറയുന്ന തഹസിൽദാർ ഉണ്ടായിരുന്നു, KK വിജയൻ. അദ്ദേഹം പറഞ്ഞു, എടോ നീ ഒരു അപേക്ഷ എഴുതിക്കൊണ്ട, എനിക്കിതിന് പെർമിഷൻ വേണം. അപ്പോൾ ഞാൻ സാറ് പെർമിഷൻ വേണം? നീ എഴുതിക്കൊണ്ട, ബാക്കിയൊക്കെ തരണോ വേണ്ടതെന്ന് വകുപ്പല്ലേ തീരുമാനിക്കുന്നത്. ഏതായാലും നീ എഴുതിക്കൊണ്ട, നിൻ്റെ ഭാഗം സുരക്ഷിതമാക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് വളരെ അണ്ണവേറായിരുന്നു. ഞാനൊരു വെള്ള പേപ്പറിൽ, എനിക്ക് തോന്നുന്നത് അരക്കടലാസിലാണ് നമ്മൾ ലീവ് വെക്കുന്നത്, അതേപോലെ ഒരു സാധനം ഇങ്ങനെ വെറുതെ എഴുതി കൊടുത്തു. ഇപ്പോൾ സാറ് ഇങ്ങനെ അത് വായിച്ചു നോക്കി. പിന്നെ മുകളിലേക്ക് പിന്നെ ഉചിതമാർഗേന എന്നും പറഞ്ഞ് കളക്ടറേറ്റിലേക്ക് അയച്ചു. അങ്ങനെ കളക്ടറേറ്റിൽ നിന്നും പിന്നീട് റവന്യൂവിൻ്റെ ഡയറക്ടറേറ്റിൽ നിന്ന്, കമ്മീഷണറേറ്റിൽ നിന്ന് ആണ് എനിക്ക് ഗ്രാൻഡ് ചെയ്ത അനുമതി വന്നു. അപ്പോൾ അതിലിങ്ങനെ വർഗീയ പരാമർശങ്ങൾ പാടില്ല, അങ്ങനത്തെ വംശീയ പരാമർശങ്ങൾ പാടില്ല, അങ്ങനെ വ്യക്തി അധിക്ഷേപം പാടില്ല, അങ്ങനത്തെ കുറച്ചേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുകയാണ് ചെയ്യുക. അത് നമുക്ക് അങ്ങനെ അത് കൃത്യമായി ഫോളോ ചെയ്യാൻ ഏതെങ്കിലും എഴുത്തുകാരന് പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും അത് പറയുന്നതിന് ഹനിക്കാത്ത രീതിയിലുള്ള ഗവൺമെൻറ് ഭരണകൂടത്തിൻ്റെ ആളാണല്ലോ നമ്മൾ ടെക്നിക്കലി. അപ്പോൾ ഭരണകൂടത്തിൻ്റെ നയങ്ങളെ നിശിതമായി വിമർശിക്കുന്ന എഴുത്തുകൾ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് ക്ലോസ് വെച്ചിട്ടുള്ള ഒരു അതൊന്നും പിന്നെ ആരും നോക്കുകയൊന്നുമില്ല. അതിനപ്പുറമൊക്കെ എല്ലാവരും എഴുതും. പിന്നെ നമ്മൾ അവസാനമായിട്ട് എഴുതിയ പുസ്തകം പാലം. പാലത്തെക്കുറിച്ച് ഇപ്പോൾ ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സർഗരചനയുടെ ഒരു ക്യാമ്പ്, സ്കൂളുകളിലെ മിടുക്കരായ 13 കുട്ടികൾ മാത്രം സെലക്ട് ചെയ്തിട്ട് 15 കുട്ടികൾ ബത്തേരി ഡയറ്റിൽ വെച്ചിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു.
അപ്പോൾ സാഹിത്യത്തിൽ ഞാൻ എന്നെ വിളിച്ചിരുന്നത് സംസാരിക്കാൻ. അപ്പോൾ 2 മണിക്കൂർ അവരോട് ഇൻറ്ററാക്ട് ചെയ്തു. അപ്പോൾ ഒരു കുട്ടി ചോദിച്ച ചോദ്യം ഭയങ്കര കൗതുകം. അപ്പോൾ സാറേ, ഒരു പുസ്തകം എഴുതുന്നതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ഇന്ന് തുടങ്ങി ഇന്ന ദിവസം കൊണ്ട് തീർക്കും, അങ്ങനെയാണോ? അല്ലെങ്കിൽ അങ്ങനെ. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, ഞാൻ അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ നടത്തിയിട്ടുണ്ട്, പക്ഷേ എവിടെയും പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ ഞാനിത് പിന്നീട് വന്നിട്ട് ഞാൻ എടുത്തു നോക്കി, ഇപ്പോൾ എത്ര കാലം കൊണ്ടാണ് ഈ സാധനം തീർന്നത് എന്ന്. ഇപ്പോഴാണ് റിലീസ് ചെയ്ത് വന്നത്. അപ്പോൾ ആദ്യം ഇത് ഒരു ചെറുകഥാ ഫോമിൽ എഴുതി അത് പബ്ലിഷ് ചെയ്ത് വന്നു. അപ്പോൾ അങ്ങനെ ഈ വന്ന സാധനങ്ങളിലെ ഈ കഥാപാത്രങ്ങൾക്ക് പിന്നെ എന്തായിരിക്കും അവരുടെ ജീവിതം, പാലത്തിൽ വെച്ചിട്ട് അവസാനിപ്പിച്ച് അവരെ എങ്ങനെ വെറുതെ വിടേണ്ടതാണോ, അവർക്കൊരു തുടർ ജീവിതം കൊടുക്കണ്ടേ? അങ്ങനെ ഈ ഇപ്പോൾ നോവൽ മാജിയിലെ തായ്വ ആണെങ്കിലും പാലത്തിലെ ഷാഹിദയാണെങ്കിലും ഏത് കഥാപാത്രമാണ് ഇവരുടെ പിന്നീട് ലൈഫ് എന്തായിരിക്കും? ഇപ്പോൾ ആൾവാർ ചന്ദ്രൻ നടത്തിയ സമരം വിജയിച്ചു, അതിങ്ങനെ എൻ്റെ ഉള്ളിൽ നമ്മൾ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ പിള്ളേരെ പോലെ ഇങ്ങനെ വളരുമല്ലോ. അപ്പോൾ അതിങ്ങനെ ഒരു ആദ്യമായി കടന്നിരുന്നു. അങ്ങനെയാണ് അത് എഴുതാൻ തീരുമാനിച്ച്. അങ്ങനെ ചെറുകഥയായിരുന്ന സാധനം പിന്നീട് എഴുതിയത് ഒരു കുഞ്ഞു നോവലായിട്ട് എഴുതി. പിന്നെ അത് സിനിമാറ്റിക്കാണ് എന്ന് ഒരാൾ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് സ്ക്രിപ്റ്റും ചെയ്തു. പിന്നീട് അത് 44 സീനുകളുള്ള ഒരു സ്ക്രിപ്റ്റായിട്ട് ഞാൻ എഴുതി. പക്ഷേ അത് പിന്നെ അങ്ങനെ നമ്മുടെ ഒരു ഏരിയ അല്ലാന്ന് തോന്നുകയാൽ അങ്ങനെ ഉപേക്ഷിച്ചു. പിന്നെ ഒരു പ്രസിദ്ധീകരണം, ഒരു വനിതാ പ്രസിദ്ധീകരണം, അവർക്കൊരു സീരിയലൈസ് ചെയ്യാൻ ഒരു നോവൽ വേണമെന്നും പറഞ്ഞിട്ട് അത് പറഞ്ഞപ്പോൾ ഞാനത് വീണ്ടും എടുത്ത് പൊളിച്ചെഴുതി സീരിയലൈസ് ചെയ്ത് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ വൈകിപ്പോയി. 2.5 മാസം അവർ സമയം തന്നു. പക്ഷേ എൻ്റെ അടുത്ത് അതൊരു 3-4 മാസം ആയിപ്പോയി. അപ്പോഴത്തേക്ക് അവർ വേറൊരു നോവൽ അനൗൺസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. പ്രധാനപ്പെട്ട ഒരു വനിതാ മാസികയായിരുന്നു. അപ്പോൾ പിന്നെ അത് വെച്ചോണ്ടിരുന്നു. പിന്നീട് വേറെ കുറേ വർക്കുകളൊക്കെ തീർത്ത്, യാത്രയുടെ ഒരു പുസ്തകം കൂടെയൊക്കെ തീർത്ത് വീണ്ടും ഇതെടുത്ത് എഴുതി. അപ്പോൾ ഒരു ഫോമിലാക്കി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വരവുണ്ട്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം, അതേസമയം കുറേയേറെ സാമൂഹ്യ വിഷയങ്ങൾ ഒരു പിന്നെ ആൾക്കൂട്ട വിചാരണയും അതുപോലെ തന്നെ മനുഷ്യരുടെ പാർശ്വവൽക്കരണവും, അപ്പോൾ മാഷ് വായിച്ചായിരിക്കും, ജീവിതത്തിൻ്റെ പാർശ്വവൽക്കരണം, വികസനം വരുമ്പോൾ ഒരു പറ്റം ആളുകൾ അവരുടെ ലൈഫ് പോകുന്നതിൻ്റെയൊക്കെ കുറേ എലമെൻറ്റ്സ്. അപ്പോൾ അതിങ്ങനെ ഒരു തദ്ദേശീയ ഭാഷയിൽ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളൊരു വിചാരത്തിലാണ്. അങ്ങനെ പിന്നീട് ഇരുന്ന് നന്നായി വർക്ക് ചെയ്തിട്ട് ആണത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ നിയമസഭാ പുസ്തകോത്സവത്തിലാണത് റിലീസ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞു, ഒരു എഡിഷൻ കഴിഞ്ഞു, അടുത്തത് വരാനുള്ളൊരു സാധ്യതയിൽ നിൽക്കുക. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പുസ്തകത്തിൻ്റെ പണിപ്പുരയിലായിരിക്കും തോന്നുന്നു അല്ലേ? ഒരു നോവലിൻ്റെ വർക്കും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു പബ്ലിഷറായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ അടുത്ത് വന്നേക്കും. പിന്നെ കുട്ടികൾക്കായിട്ടുള്ളൊരു സാധനം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു യാത്രയുടെ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഡ്രാഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് എഴുതണം. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം വയനാട്ടുകാരായിട്ടുള്ള ഞാനും ഹാരിസും വയനാട്ടുകാരനായിട്ടുള്ളൊരു എഴുത്തുകാരൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അത് കേവലം വയനാട്ടിലൊതുങ്ങുന്ന എഴുത്തായിട്ടല്ല കാണുന്നത്. കേരളത്തിലും തുടർന്ന് ഇന്ത്യയിലും എല്ലാം ഇനിയുള്ള എഴുത്തുകളൊക്കെ അത്തരത്തിൽ പ്രചാരത്തിലാകണം, പ്രശസ്തമാകണം. പ്രത്യേകിച്ചും സർഗാത്മകത എന്ന് പറയുന്ന എല്ലാവർക്കും ഉള്ളതല്ലല്ലോ. ആ സർഗാത്മകത എന്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നോ അത് എഴുത്തായിട്ട് രൂപാന്തരപ്പെടണം. ഈ പരാമർശിച്ച പുസ്തകങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള പുസ്തകങ്ങളാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ചില പുസ്തകങ്ങളിലാണ് വലിയ ഊന്നൽ കിട്ടുക, ഏറ്റവും കൂടുതൽ പ്രതികരണങ്ങൾ കിട്ടുക. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അത്തരത്തിലുള്ള നിരവധി പുസ്തകങ്ങൾ എഴുതാൻ കഴിയട്ടെ. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇനി റിട്ടയർ ചെയ്യാൻ എത്ര കാലമുണ്ടെന്ന് ഞാൻ തൽക്കാലം ചോദിക്കുന്നില്ല. അതിനുശേഷം കൂടുതൽ സജീവമാകാൻ കഴിയും. എന്തായാലും നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളൊക്കെ ഇത്തരത്തിലുള്ള രചനയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏതായാലും പ്രേക്ഷകരുടെ മുന്നിൽ വയനാടിൻ്റെ പ്രഗത്ഭനായിട്ടുള്ളൊരു എഴുത്തുകാരനെയാണ് പരിചയപ്പെടുത്താൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഓരോ പുസ്തകങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ചില പുസ്തകങ്ങൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ വായനയുടെ ലോകത്തിലേക്ക് കടന്നെത്തുന്നവരെല്ലാം തന്നെ അത്തരം പുസ്തകങ്ങളൊക്കെ തങ്ങളുടെ വായനയുടെ ഭാഗമാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും അടുത്ത എപ്പിസോഡിൽ മറ്റൊരാളെ പരിചയപ്പെടുത്തും. നമസ്കാരം. വയനാടിൻ്റെ അക്ഷരഭൂമിക നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനുപമ ജ്വല്ലേഴ്സ്, സുൽത്താൻ ബത്തേരി, പുൽപ്പള്ളി, മീനങ്ങാടി.